തീൻമേശകൾ വൃത്തിയാക്കിയപ്പോൾ ജപ്പാനിൽ നിന്നും വിളിയെത്തി. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ സംഗതി സത്യമാണ്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം തരം വിദ്യാർത്ഥിയായ CH മുഹമ്മദ് ആദിലിനാണ് ജപ്പാനിൽ നിന്നും വിളി വന്നത്. ഹോട്ടലുകളിലെയും വീടുകളിലെയും വ്യവസായശാലകളിലെയും തീൻമേശകൾ അണുവിമുക്തമാക്കി ശുചീകരിക്കാൻ കഴിയുന്ന ഹൈജീനിക് ഓട്ടോമാറ്റിക് ടേബിൾ ക്ലീനറിന്റെ കണ്ടുപിടുത്തമാണ് ആദിലിനെ ജപ്പാൻ വരെ എത്തിച്ചത്. ജപ്പാൻ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് ജൂണിൽ സംഘടിപ്പിക്കുന്ന സകുറ ശാസ്ത്രമേള പരിപാടിയിൽ മുഹമ്മദ് ആദിൽ പങ്കെടുക്കും. സംസ്ഥാനത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 2 വിദ്യാർത്ഥികളിൽ ഒരാളാണ് കല്ലിങ്കാലിലെ മുഹമ്മദ് ആദിൽ. ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചാൽ മേശ വൃത്തിയാക്കുന്നതുവരെ അടുത്ത ആളുകൾ കാത്തിരിക്കുന്നത് ഒരിക്കൽ ആദിലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൂടാതെ മേശ വൃത്തിയാക്കുമ്പോൾ ആളുകളുടെ വസ്ത്രത്തിൽ തെറിക്കുന്നതും കണ്ടു. അപ്പോഴാണ് എന്തുകൊണ്ട് ഇതിനായി ഒരു മെഷീൻ കണ്ടെത്തിക്കൂടാ എന്ന് ആദിൽ ചിന്തിച്ചത്. അങ്ങനെ 2 മാസം കൊണ്ട് മെഷീൻ ഉണ്ടാക്കി. പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ടേബിൾ ക്ലീനർ മേശ ക്ലീനാക്കും. പിന്നെ തിരക്കെല്ലാം കഴിഞ്ഞ് അത് മാറ്റിയാൽ മതി. ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നും ആദിൽ പറയുന്നു. തിരക്കിൻ്റെ ഹോട്ടലിലെല്ലാം ഇപ്പോൾ ആൾക്കാർ ക്യൂ ഉണ്ടാവുമല്ലോ. ഒരാൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറുമ്പോൾ ടേബിൾ ക്ലീൻ ആണല്ലോ. അതിൻ്റെ സൊല്യൂഷനായിട്ടാണ് ഞാൻ എൻ്റെ ഓട്ടോമാറ്റിക് ടേബിൾ ക്ലീനർ കണ്ടുപിടിച്ചത്. എങ്ങനെയാ വെച്ചാൽ നമ്മൾ പ്ലേറ്റ്സ് എടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം അത് ഓട്ടോമാറ്റിക് ക്ലീൻ ആവും. പിന്നെ അതിൻ്റെ വേസ്റ്റ് എല്ലാം വരുന്നത് അതിൻ്റെ അടിയിലാണ്. അത് നമുക്ക് ലാസ്റ്റ് ഹോട്ടൽ അടുക്കാനാകുമ്പോൾ അത് നമുക്ക് എടുത്തിട്ട് പോവാം. അത് കാരണം ഒരു കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, മണക്കിയില്ല. അങ്ങനെ വേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല. അത് വലിയ മണം ഒന്നും ഉണ്ടായില്ല. സാധാ ഒരു ടേബിളിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാവും. എല്ലാ ടേബിളിലും ഹോട്ടലിലും സ്ഥാപിക്കാം. പിന്നെ ഈ കാറ്ററിങ്സ് ഇല്ല, കാറ്ററിങ്സിൻ്റെ അവിടെ പെട്ടെന്നൊന്ന് സെറ്റാക്കി വെക്കാൻ രീതിയിലുണ്ട്. ഓഡിറ്റോറിയത്തിലെല്ലാം പെട്ടെന്ന്. GMUP സ്കൂൾ പള്ളിക്കരയിൽ 7ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് അധ്യാപകർ ആദിലിന്റെ കഴിവ് തിരിച്ചറിയുന്നത്. ആദിലിനെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി രീതിയിൽ അവന് വലിയൊരു അവൻ്റെ ജീവിതത്തിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം തന്നെയാണ് ജപ്പാനിലേക്ക്, ഇന്ത്യ വിട്ട് ഒരു രാജ്യത്തേക്ക് പോകാനൊക്കെ പറയുന്നത്. ഞങ്ങളതിനെ കാണുന്നത് പൊതുവിദ്യാലയത്തിൽ പഠിച്ചൊരു കുട്ടിയിലൂടെ ആ വിദ്യാലയം തന്നെ എന്താണ് അംഗീകരിക്കപ്പെടുക. പള്ളിക്കര GMUP സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പള്ളിക്കര പഞ്ചായത്തിലത്തെ നാട്ടും പുറത്തുകാരായ ആളുകൾ പഠിക്കുന്ന ഒരു സാധാരണ സ്കൂളാണ്. അപ്പോൾ അവിടെ നിന്നൊരു കുട്ടിക്ക് ഇത്തരത്തിൽ നാഷണൽ ലെവലിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുകയാണ്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു എന്താ പറയുക മറ്റൊരു രാജ്യത്തേക്ക്, പ്രത്യേകിച്ച് ജപ്പാൻ പോലെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അങ്ങ് പാരമ്പര്യത്തിലെത്തിക്കുന്ന രാജ്യത്തിലെ ഒരു ശാസ്ത്ര ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണും. കുട്ടികളിലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നൂതന ചിന്തയും സർഗാത്മകതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് വിദ്യാലയങ്ങളിൽ നടത്തിവരുന്ന ഇൻസ്പയർ മനാക്കും ആദിലിന്റെ കഴിവ് തിരിച്ചറിഞ്ഞു. വളർന്നുവരുന്ന കുട്ടി ശാസ്ത്രജ്ഞന്മാർക്ക് രാജ്യം നൽകുന്ന ഏറ്റവും വലിയ അവസരമായ ഇൻസ്പയർ മനാക് ദേശീയതല മത്സരത്തിൽ 2024 സെപ്റ്റംബറിൽ ഡൽഹിയിൽ ആദിൽ അവതരിപ്പിച്ച ആശയം ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ ഇടം പിടിച്ചു. മികച്ച ആശയങ്ങൾ രാജ്യത്തിന് പുറത്ത് അവതരിപ്പിക്കാനുള്ള അവസരവും ഇതിലൂടെ ആദിലിനെ തേടിയെത്തി. തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച് വിശാലമായ ആകാശങ്ങൾ തേടി പറക്കാനൊരുങ്ങുകയാണ് ഇന്ന് ആദിൽ. ETV ഭാരത്, കാസർഗോഡ്.